നമസ്കാരം. ഇന്നലെ വളരെ വിചിത്രമായൊരു വാർത്ത നമ്മുടെ ചാനലുകളിലും പത്രങ്ങളിലും ഓൺലൈൻ പത്രങ്ങളിലുമൊക്കെ വന്നു. ഒരു കടുവയും ഒരു ചെറുപ്പക്കാരനും നേർക്കുനേർ കണ്ടുമുട്ടിയ കാഴ്ചയാണ്. അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നോക്കി നിന്നു. എന്നിട്ട് കടുവ ഗൗനിക്കാതെ മാറി നിന്നു. അതുകൊണ്ട് ജെറിൻ എബ്രാഹിം എന്നു പേരുള്ള ഈ ചെറുപ്പക്കാരൻ തൻ്റെ ജീപ്പിൽ നിന്നും പുറത്തിറങ്ങി കടുവയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള വീഡിയോ ദൃശ്യം എടുത്ത് മാധ്യമങ്ങൾക്ക് കൊടുത്തു. സോഷ്യൽ മീഡിയയിലിട്ടു, സ്റ്റാറ്റസ് ഇട്ടു. ആ വാർത്ത വൈറലായി. അതായത് ജെറിൻ എബ്രാഹിം അതിലെ ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നു. വന്യമൃഗ ശല്യം ഉള്ളതുകൊണ്ട് സൂക്ഷിച്ചാണ് പോകുന്നത്. പോകുന്ന വഴി ഒരു കടുവയെ കണ്ടു. കടുവ ജെറിനെ നോക്കി, ജെറിൻ കടുവയെ നോക്കി. കടുവയ്ക്ക് ഒരു കൂസലുമില്ല, കടുവ ഓടി വരുന്നില്ല. എന്നാൽ കടുവയുടെ ഒരു ഫോട്ടോ എടുത്തേക്കാമെന്ന് കരുതി ജെറിൻ പുറത്തേക്കിറങ്ങി കടുവയുടെ ഫോട്ടോ എടുത്തു. എന്നിട്ട് കൂളായി കടുവ തൊട്ടടുത്തുള്ള തേയിലത്തോട്ടത്തിൻ്റെ സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് മാറിക്കിടന്നു. ജെറിൻ വണ്ടി ഓടിച്ച് പോരുകയും ചെയ്തു. ഇതായിരുന്നു വാർത്ത. ഈ വാർത്ത കേട്ട മാതിരി കേൾക്കാത്ത മാതിരി സകല മാധ്യമങ്ങളും ആഘോഷമാക്കി. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഏതെല്ലാം ചാനലുകൾ, ഏതെല്ലാം പത്രങ്ങൾ ഇത് വാർത്തയാക്കിയെന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒന്ന് നമ്മുടെ ഡോക്ടർ അരുൺകുമാറിൻ്റെ വികാരഭരിതമായ ആവേശഭരിതമായ റിപ്പോർട്ടിംഗാണ്. അരുൺകുമാർ രാവിലെ പ്രഭാത പരിപാടി എന്ന നിലയിൽ ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിത വേഷം കെട്ടിക്കൊണ്ട് ഒരുപാട് വിശേഷങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. പലപ്പോഴും അരുൺകുമാറിൻ്റെ ഇത്തരം വാർത്താവതരണം അയാളൊരു പമ്പര വിഡ്ഢിയാണ്, അയാളുടെ അറിവൊക്കെ വെറും നാട്യമാണ് എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലാണ്. നമുക്കറിയാം ഒരുപാട് പൊട്ടത്തരങ്ങൾ അയാൾ കാണിച്ചിട്ടുണ്ട്. അതിലേറ്റവും ഒടുവിൽ എയറിലായ രണ്ട് സംഭവങ്ങൾ. ഒന്ന്, സ്കൂൾ യുവജനോത്സവവുമായി ബന്ധപ്പെട്ട് 15 വയസ്സ് തികയാത്ത പെൺകുട്ടിയുടെ വീഡിയോ എടുത്തിട്ട് അവൾക്ക് സൗന്ദര്യമുള്ളത് കൊണ്ട് മാത്രം അവളെ ഒരു റിപ്പോർട്ടറെ കൊണ്ട് കാമുകനാക്കി ചിത്രീകരിച്ച് കാട്ടിയ ഒരു കേസാണ്. അത് പോക്സോ കേസായി മാറിയ സാഹചര്യമുണ്ടായി. എന്നിട്ട് പോക്സോ കേസിൽ ജാമ്യം കിട്ടിയ ഉടൻ അരുൺകുമാർ വികാരഭരിതനായ രംഗത്ത് വന്ന് സകല മാധ്യമങ്ങളെയും താൻ പാഠം പഠിപ്പിക്കും, നിയമപോരാട്ടം തുടങ്ങിയെന്നൊക്കെ പറഞ്ഞു. എന്നാൽ അരുൺകുമാർ മിണ്ടാതെ പോയ മറ്റൊരു സംഭവമുണ്ട്. അത് ജെയിൻ യൂണിവേഴ്സിറ്റി അവരുടെ ഫ്യൂച്ചർ സമ്മിറ്റിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ പത്രങ്ങളുടെയും 1-ാം പേജിൽ 2050 ലോകം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചൊരു സാങ്കല്പിക ഫീച്ചർ സംവിധാനം ഒരുക്കി പരസ്യം കൊടുത്തപ്പോൾ അത് സത്യമാണെന്ന് കരുതി നോട്ട് നിരോധനം വീണ്ടും നടപ്പിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വിശദീകരിച്ച അരുണിന്റെ വിഡ്ഢിവേഷമാണ് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞത്. ഇത്രയും വലിയൊരു പമ്പര വിഡ്ഢിയാണോ അരുൺ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് ചർച്ച മാറിയിരുന്നു. ഇന്നലെ ഈ കരുവാക്കുണ്ടിലെ സംഭവവും അരുൺ റിപ്പോർട്ട് ചെയ്തത് അത്രമാത്രം ഉത്തരവാദിത്വമില്ലാതാണ്. അരുണിന്റെ റിപ്പോർട്ടർ അവിടെ നിന്ന് എന്തൊക്കെ വിളിച്ചു പറയുന്നു, അതിൽ അത്ഭുതമൊന്നുമില്ല. ഈ റിപ്പോർട്ടർമാരിൽ പലരും ഇങ്ങനെയൊക്കെയാണ്. എന്നിട്ട് അരുൺകുമാറിനെ പോലെ പണ്ഡിതനായ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ പണ്ഡിതൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന, സ്വയം വിശ്വസിക്കുന്ന ഒരാൾ ഇത്തരമൊരു നിലപാടെടുക്കുന്നതിന് മുൻപ് പ്രായോഗിക സാധ്യത അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ് എങ്കിലും ചിന്തിക്കണ്ടേ? ഒരു കടുവയെ വഴിയിൽ കാണുക, അപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ പോവുക, എന്നിട്ട് ആ ഫോട്ടോ നല്ല ഗംഭീരമായി എടുക്കുക, എന്നിട്ട് ആ വീഡിയോ ഗംഭീരമായി എടുത്തിട്ട് പ്രചരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? എന്ന് മാത്രമല്ല, അരുൺകുമാർ ആവേശപൂർവ്വം നടത്തുന്ന ചില വിശേഷണങ്ങളുണ്ട്. കടുവയ്ക്ക് വിശപ്പില്ലാത്തതുകൊണ്ടാവാം ഉപദ്രവിക്കാതിരുന്നത്. കടുവ വലിയ കടുവയാണ്, വലിപ്പമുള്ള കടുവയാണ്, ഇതുവരെ ഇത്രയും അടുത്താരും വീഡിയോ ദൃശ്യങ്ങൾ എടുത്തിട്ടില്ല, ഇത് അപകടമാണ്, സൂക്ഷിക്കണമെന്നൊക്കെ പറയുകയാണ്. ഇത് സാധ്യമല്ലെന്നും വഴിയിൽ കാണുന്ന ഒരു കടുവയുടെ അടുത്ത് പോയി വീഡിയോ എടുക്കാൻ ഒരാളും ധൈര്യം കാട്ടില്ലെന്നും അങ്ങനെ ആരെങ്കിലും ധൈര്യം കാട്ടിയാൽ മനോരോഗ്യ അല്ലെങ്കിൽ ലഹരിക്ക് അടിമയോ ആയിരിക്കുമെന്നും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കടുവ ചിലപ്പോൾ കാണാതെ മൈൻഡ് ചെയ്യാതെ പോയെന്ന് വരാം, അത് പുതിയ കാര്യമൊന്നുമല്ല. പക്ഷെ കടുവയുടെ അടുത്ത് പോയി കടുവ മുഖത്തോട് നോക്കി നിൽക്കുന്ന തരത്തിൽ വീഡിയോ ദൃശ്യം പകർത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ കൃത്യമായി കടുവ കണ്ടിട്ടാണെന്ന് ഓർക്കണം. കടുവ എന്നിട്ട് ഗൗനിക്കാതിരുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. മാത്രമല്ല, അയാൾ പറയുന്ന ചില വിശേഷണങ്ങളുണ്ട്. അയാൾ പറയുന്നു കരുവാരക്കുണ്ടിലെ തേയിലത്തോട്ടത്തിന് സമീപമാണ് കണ്ടെത്തുന്നത്. കരുവാരക്കുണ്ടിൽ എവിടെയാണ് തേയിലത്തോട്ടം? നിലമ്പൂർ താലൂക്കിലുള്ള കരുവാരക്കുണ്ട് എന്ന് പറയുന്നത് നീലഗിരി കുന്നുകളുടെ കീഴെയുള്ള സ്ഥലമാണ്. അവിടെ തേയിലത്തോട്ടം വളരാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഏലത്തോട്ടം വളരാൻ കഴിയുന്ന തരത്തിലുള്ള തണുപ്പില്ല. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴുമൊക്കെ ആളുകൾ പരീക്ഷണാർത്ഥം ഏലം നടാറുണ്ട് എന്നത് സത്യമാണെങ്കിലും, കാരണം അത് ചൂടേറിയ സ്ഥലത്തും ചിലർ പരീക്ഷിക്കാറുണ്ട്. തേയില അവിടെ കൃഷിയില്ല. അവിടെയുള്ളത് പ്രധാനമായും റബ്ബർ കൃഷിയാണ്. റബ്ബർ കൃഷി ചെയ്യുന്നിടത്ത് തേയില കൃഷി ആരും ചെയ്യാറില്ല. അവിടെയുള്ള റബ്ബർ തോട്ടമാണ്. റബ്ബറും പ്ലാവും വാഴയും ഇഞ്ചിയും മഞ്ഞളും കുരുമുളകും ഒക്കെ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കുരുമുളകാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, നാട്ടുംപുറത്തും വളരും, ഹൈ റേഞ്ചിലും വളരും. എന്നാൽ തേയില നാട്ടുംപുറത്ത് വളരില്ല. തേയിലത്തോട്ടത്തിൽ കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ കരുവാരക്കുണ്ടിൽ തേയിലത്തോട്ടം ഇല്ലെന്നും അത് വിവരം കെട്ട ഒരു സമീപനമാണെന്നും തിരിച്ചറിയാൻ അരുൺ മനസ്സിലാക്കേണ്ടതാണ്. സ്ഥലകാലത്തെക്കുറിച്ചൊരു ധാരണയുണ്ടാവണം. നമ്മൾ ഇടുക്കിയിലും വയനാട്ടിലും തേയിലയെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാക്കാം. എന്നാൽ കോട്ടയത്തോ എറണാകുളത്തോ തേയിലയെക്കുറിച്ച് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതൊരു കോമൺ സെൻസാണ്. ഈ കോമൺ സെൻസ് അരുണിന് പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്. എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്നല്ലാതെ പറയുന്നത് എന്താണ് എന്നതിനെക്കുറിച്ചൊരു ധാരണ അരുണിനില്ല. എന്നിട്ടും അരുൺ കരുതുന്നു
താനാണ് ഈ നാട്ടിലെ ഏറ്റവും പണ്ഡിതനായ മാധ്യമപ്രവർത്തകൻ. നമ്മുടെ മാധ്യമപ്രവർത്തനം ഏതറ്റം വരെ പോയിരിക്കുന്നു, ഏതറ്റം വരെ താണിരിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. ഈ വിഷയത്തെക്കുറിച്ചാണോ പരിസ്ഥിതി അഭിഭാഷകനായ ഹരീഷ് വാസുദേവൻ പോസ്റ്റ് ഇട്ടതെന്ന് അറിയില്ല. എങ്കിലും ഹരീഷിന്റെ പോസ്റ്റ് പ്രസക്തമാണ്. പച്ചനുണ ക്രോസ് ചെക്കിംഗ് ചെയ്യാതെ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ ചുമ്മാ മോങ്ങിക്കൊണ്ടിരിക്കാതെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ ഇനിയെങ്കിലും സർക്കാർ തയ്യാറാവണം. ഒരിക്കലെങ്കിലും ഇത്തരം വാർത്തകളുടെ പേരിൽ ലൈസൻസ് റദ്ദായാൽ മാത്രമേ വാർത്ത എയർ ചെയ്യുന്നതിന് മുൻപ്, പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് എല്ലാ ഭാഗവും പരിശോധിക്കണമെന്ന പ്രാഥമിക തത്വം ഇവരിൽ പലർക്കും മനസ്സിലാകൂ. ചിലരുടെയെങ്കിലും ജോലിക്ക് മേൽ ചോദ്യമുണ്ടാകണം. അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് ചെയ്താലും ക്രോസ് ചെക്കിംഗ് ഇല്ലാതെ ഒരു വാർത്തയും പ്രസിദ്ധീകരിക്കില്ല എന്ന നിലപാട് റിപ്പോർട്ടർമാരും സ്വീകരിക്കും. തെറ്റിന് ശിക്ഷയില്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ലാഭ നിയമമാകും ഇവരെ നയിക്കുക. അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത അധികാരം അത് അപകടമാണ്. നുണ വാർത്തയായി കൊടുത്താൽ ശിക്ഷിക്കാനുള്ള നിയമങ്ങൾ ഇന്നാട്ടിലുണ്ട്. അതെടുത്ത് പ്രയോഗിക്കണം. ഇല്ലെങ്കിൽ വാട്സാപ്പ് ഫോർവേഡുകൾ വരെ വാർത്തയാകുന്ന കാലം വരും. തിരുത്തു വരുമ്പോഴേക്കും നുണ കാതങ്ങൾ സഞ്ചരിക്കും. മണ്ടന്മാരായ ജനങ്ങളിൽ വലിയൊരു വിഭാഗം ഇപ്പോഴും മീഡിയയിൽ വരുന്നതാണ് പരമമായ സത്യമെന്ന് വിശ്വസിക്കുന്നുണ്ട്. മറ്റാരും എന്ത് തെളിവ് കൊണ്ടുവന്നാലും അവർ മാധ്യമങ്ങളിൽ വന്ന നുണയാണ് സത്യമായി വിശ്വസിക്കുക. ഇത് ഇന്നാട്ടിലെ മാധ്യമങ്ങളിൽ കാലാകാലങ്ങളായി ജനമനസ്സിൽ നേടിയ വിശ്വാസ്യതയാണ്. അതിൻ്റെ മറവിൽ നുണ വിറ്റ് കാശാക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം. അപ്പോഴേ വസ്തുത മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് ഇന്നാട്ടിൽ ഒരു വിലയുണ്ടാകൂ. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയ ഒരു പോസ്റ്റാണിത്. ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. റിപ്പോർട്ടർ ചാനലും 24 ന്യൂസും മത്സരിച്ച് റേറ്റിംഗിന് വേണ്ടി എന്തും വാർത്തയാക്കാൻ തുടങ്ങിയ കാലത്തിൻ്റെ അവശേഷിപ്പുകളാണ് ഇത്തരം നുണവാർത്തകളുടെ ആഘോഷം.